ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഈ വെബ്സൈറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ തട്ടിക്കോട്ട് കമ്പനിയുടെ വെബ്സൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇവരിവിടെ പറയുന്നത് 2015 ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ ടേൺ ഓവർ 500 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റരുവുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ കമ്പനിയുടെ ഓണർ ആരാണെന്നോ MD ആരാണെന്നോ നിങ്ങൾ ഈ വെബ്സൈറ്റ് മുഴുവൻ തിരയാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല. അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഈ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾക്കും നോക്കാവുന്നതാണ്. ഞാൻ ഈ കസ്റ്റമർ കെയറുമായിട്ട് നമ്മൾ വിളിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഹൈ അതോറിറ്റിയുമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും അവരുമായി കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കോൺടാക്റ്റ് ആസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് കസ്റ്റമർ കെയറിൻ്റെ 2 നമ്പറുകളും അതുപോലെ തന്നെ ഒരു ഇമെയിൽ ID മാത്രമാണ്. ഇതിൽ മാത്രമേ നമുക്ക് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇവരുമായി കോൺടാക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വിഷയം കസ്റ്റമർ കെയറിലെ സ്റ്റാഫിനെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഹൈ അതോറിറ്റിയുമായി സംസാരിക്കണം എന്നാവശ്യപ്പെട്ടാൽ അവർ ഒരു കാരണവശാലും ഹൈ അതോറിറ്റിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ അവസരം തരികയില്ല. ഇവിടെ മറ്റൊരു പേജ് ഇവർ കാണിക്കുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാണ്. ക്വാളിറ്റിയെപ്പറ്റി വളരെ വാചാലമായി ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ മെഷീനറികളുടെ വളരെ മോശമായ, വളരെ പത്തറ്റിക് കണ്ടീഷനുള്ള മെഷീൻസാണ് എന്നുള്ളതാണ് വസ്തുത. 4ാമത്തെ പേജിൽ അവർ പറയുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലി എന്നാണ്. കസ്റ്റമർ ഫ്രണ്ട്ലി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ അവരോട് ഫ്രണ്ട്ലി ആയിരിക്കണമെന്നാണോ അതോ കസ്റ്റമറോട് അവർ ഫ്രണ്ട്ലി ആയിരിക്കണോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ബലമായ സംശയമുണ്ട്. ഞാനിവിടെ 3 ഗൂഗിൾ റിവ്യൂസ് കാണിക്കുന്നുണ്ട്. ആ 2 റിവ്യൂസ് വളരെ മോശമായ, കമ്പനിയെപ്പറ്റി വളരെ മോശമായിട്ടുള്ള റിവ്യൂസാണ്. കാരണം എന്നാ വെച്ചാൽ ഇത്രയും പൈസ മുടക്കിയിട്ട് അവർക്ക് ഒരു പരിഹാരവും ചെയ്യാത്ത കൊടുക്കാതെ 2 റിവ്യൂസും, ഒരു റിവ്യൂ നല്ല രീതിയിൽ കമ്പനിയെപ്പറ്റി നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നതുമാണ്. ഈ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നതിന് വാനോളം പുകഴ്ത്തി അതിന് ഒരു റിപ്ലൈ അതിൻ്റെ ഓണർ സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. പക്ഷേ ഒരു നല്ല കമ്പനിയുടെ മോട്ടിവേഷനായിട്ടുള്ളൊരു കമ്പനിക്ക് അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കേണ്ട ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു റിവ്യൂ വരുമ്പോൾ, മോശമായ ഒരു റിവ്യൂ വരുമ്പോൾ അവർ ഉടനെ തന്നെ ആക്ഷൻ എടുത്തുള്ളതായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാനിവിടെ മാർക്കറ്റ് കാണിച്ചിരിക്കുന്നത്. ഇത് എയർ ഫിൽറ്ററാണ്, കൊക്കോ ഷെഡർ മെഷീൻ്റെ എയർ ഫിൽറ്ററാണ്. ഇത് 10 മണിക്കൂർ ഇടപെട്ട് ക്ലീൻ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് അഴിക്കാനായിട്ടുള്ള ഒരു സംവിധാനവും ഇവിടെയില്ല. ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചോർപ്പ് അഴിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിത് അഴിക്കാനൊക്കത്തുള്ളൂ. 2ാമത് ഇവിടെ കാണിച്ചിരിക്കുന്ന പൾവറൈസർ എന്ന് പറഞ്ഞ് നമ്മളോട് അധിക പൈസ മേടിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് പൊടിഞ്ഞു വരുന്ന യാതൊരു രീതിയിലും ഇത് പൊടിയത്തില്ലെന്നുള്ളതാണ്. ഇത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രം പോലെ സെറ്റ് ചെയ്താൽ മാത്രമേ ഈ മെഷീൻ ഉപയോഗപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. 3ാമത് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു വീപ്പുള്ളിയുടെ ഇടയ്ക്ക് ഒരു ബെയറിംഗ് ഉണ്ട്. ആ ബെയറിങ്ങിൽ ഗ്രീസ് അടിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഗ്രീസ് അടിക്കാൻ യാതൊരു മാർഗവുമില്ല, നമ്മുടെ കൈ അവിടെ എത്തുകയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിൽ ഇത് പൊടിയും എന്നുള്ളതിനെപ്പറ്റിയും ഈ കമ്പനിയുടെ മറ്റ് ഡീറ്റെയിൽസുകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.